ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈദാണ് കേട്ടോ, ബലിപെരുന്നാളാണ്. ആ ഒരു ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നു പോയത് എന്ന് ആണ് ഇന്ന് നമ്മുടെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. എൻ്റെ ചബ്ബി ചീക്കൊക്കെ ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചബ്ബിയായിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ രാവിലെ മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ. പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതിന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ പിന്നെ കഴുകി വെക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ടു. സാധാരണ ഞാൻ നീറ്റാക്കി ക്ലീനാക്കി ഫ്രഷ് ആക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ഇന്നലെ എന്തോ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ ഫ്രഷായിട്ട് അതിനൊക്കെ മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് ആവാമെന്ന് ഓർത്തിട്ട് ചായയൊക്കെ വെച്ചു. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ബലിപെരുന്നാളാണ്, പക്ഷേ അതിൻ്റെ ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഈദിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സഹാനും അപ്പായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചു. ഒന്ന് വൃത്തിയാകണമല്ലോ. അങ്ങനെ താഴേക്ക് പോയി. എന്നിട്ട് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാമെന്ന് ഓർത്തു. അങ്ങനത്തെ സുഹാനും അപ്പായും കൂടി ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യാണ്. എല്ലാവരെയും വിളിച്ച് ഈദ് വിഷ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഇക്ക് പറഞ്ഞു എൻ്റെ അടുത്ത് ഷോളിട്ടത് കുറച്ച് എന്തോ ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വേറൊരു ഷോളൊക്കെ എടുത്തിട്ടു. നോക്കിയപ്പം ഇത് വലിയ കുഴപ്പമില്ല, മറ്റത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എല്ലാം ഒരു ഭയങ്കര ഒരു കളറായിപ്പോയി. ഇത് പിന്നെ കുറച്ച് കുഴപ്പമില്ല തോന്നി. അങ്ങനെ ഞാൻ സ്വന്തം സൗന്ദര്യമൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന് പോവാണ് കേട്ടോ. ഹെൽമെറ്റിന് എടുത്തിട്ടില്ല, തൊട്ടടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കി വന്നപ്പോൾ പിന്നെ എന്താണ് നമ്മൾ വാഗമൺ റോഡിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല ക്ലൈമറ്റ്. അങ്ങനത്തെ സുഹാൻ്റെ ഓൺ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. വൈകി പോണേ തണുപ്പൊക്കെ വരും. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേന്ന് പോയിട്ട് ഇപ്പം നമ്മൾ ഭയങ്കര മലയുടെ മുകളിൽ ആ മലയുടെ ആ കട നമ്മൾ ശരിക്കും പോകും. ഇല്ലെങ്കിൽ പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്പോഴും മഞ്ഞാണ് ഗൈസ്, ഇവിടെ മഞ്ഞ്. കാല് വേനെടുക്കുന്നു. സോറി അമ്മ. അങ്ങോട്ട് നോക്കിക്കാൻ നിങ്ങൾ മഞ്ഞ് കണ്ടില്ലേ? നമ്മള് ഒരു മൊട്ടക്കുഞ്ഞാണ് ആഗ്രഹിക്കുന്നത്. മൊട്ടക്കുഞ്ഞല്ല, മൊട്ടക്കുന്ന്. നമ്മള് ഇപ്പൊ കാണിച്ചാലോ പെരുന്നാളായിട്ട് നമ്മളിന്നൊരു ചെറിയൊരു പോവുകയാണ്. പെരുന്നാളായിക്കൊണ്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ്. വാഗമണ് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. കുറച്ചേ ഉള്ളൂ. ഇതാണ് മഞ്ഞുകള്. നമ്മൾ പോയിട്ട് ഇച്ചിരി നമ്മളെപ്പോഴാണ് വരുന്നത് സമയം പറയാം.
പറയുന്നത് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പിന്നീട് കേട്ടപ്പം അതത്ര ക്ലിയർ ആയിട്ടല്ല സംസാരിക്കുന്നത്. കാരണം സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കത് മ്യൂട്ടാക്കാൻ തോന്നിയില്ല. അവനിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു രസമല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇട്ടു. പിന്നെ നമ്മളിതാ വാഗമണ്ണ് എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പം നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമയം 10:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വലിയ ലേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്പോട്ടിൽ അങ്ങനെ നിർത്തി. ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് കുറച്ചൊക്കെ കാണിച്ചു. പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, മനസ്സ് നിറഞ്ഞു. പിന്നെ എന്നാലും ഒരു പെരുന്നാളിൻ്റെ ഒരു സംഭവമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ ഒരു തേയിലത്തോട്ടത്തിൽ നിർത്തി കുറച്ച് നേരം സംസാരിച്ചു. അവിടെ കുറച്ച് നേരം നിന്നു. സുഹാന് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ട് പേരയ്ക്കയൊക്കെ നമ്മൾ നോക്കിയപ്പം ചെറിയ പൊട്ടുപേരയ്ക്കയാണ്, പിന്നെ പറിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെയുള്ള ക്ലിപ്പിങ്സ് എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അവിടെ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്, വെയിലുണ്ട്, നല്ല അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ ചൂടില്ല. പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. വലിയ ഗുണമുള്ള ചായ അല്ലായിരുന്നു, എന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി ഒരു നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഞാനിതാ പിന്നെയും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, പക്ഷെ നല്ല വെയിലുമുണ്ട്. കുറുക്കൻ്റെയും കാക്കയുടെയും കല്യാണം അങ്ങനെ എന്തോ പറയുമല്ലോ. അങ്ങനെ മഴ പെയ്യുന്നു, നീരാവി പൊങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചൂടുണ്ട്, മഴയുണ്ട്, മഴയുടെ കൂടെ തന്നെ വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഒരു ചായയൊക്കെ വെച്ചു, ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെന്താണ്, നമ്മുടെ ഈദായിട്ട് നമ്മൾ ഇന്ന് വീട്ടിലൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ബലിപെരുന്നാളല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വീട്ടിൽ പോകാനൊന്നും ഞാൻ നിന്നില്ല. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ തന്നെ സമയം പോയി. വൈകുന്നേരമായപ്പോഴാണ് ഞാൻ എൻ്റെ മെഹന്തി ഇടുന്നത്. കാരണം സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയപ്പോൾ ചുമ്മാ അങ്ങനെ ഇട്ടാണ് കേട്ടോ. എന്തോ കാണിച്ച് വെച്ച് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. പിന്നെ രാത്രി ആയപ്പോൾ സുഹാന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഫോൺ കൊടുത്തു. ഫോണിൽ നിന്ന് എടുത്തിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് പയറും കഞ്ഞിയും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കുള്ള ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പയറും കഞ്ഞിയും അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയൊരു പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.